ദ ജേർണലിസ്റ്റിലേക്ക് ഇറാൻ യുദ്ധം 12ാം ദിനം എത്തി നിൽക്കുമ്പോൾ എങ്ങനെയാണ് തലയൂരേണ്ടതെന്ന് ഒരു ധാരണയുമില്ലാതെ നട്ടം തിരിഞ്ഞ് തലങ്ങും വിലങ്ങും ഓടുന്ന അമേരിക്കയെയാണ് നമ്മൾ കാണുന്നത്. യഥാർത്ഥത്തിൽ യുദ്ധവിജയം ഇറാന് തന്നെയാണ് എന്ന് ഉറപ്പായതോടെ എങ്ങനെയെങ്കിലും ഒക്കെ തലയൂരാൻ ശ്രമിക്കുന്ന ട്രംപിന്റെ ദയനീയ സാഹചര്യമാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്. പല വിധത്തിൽ തലയൂരി തടിതപ്പാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും നടക്കാതെ വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ അമേരിക്കയ്ക്കുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങണം. ആദ്യ ദിവസം അമേരിക്കയോടൊപ്പം ചേർന്ന് യുദ്ധത്തിനിറങ്ങിയ ഇസ്രായേൽ ബുദ്ധിപരമായി തലയൂരി അവരുടെ കാര്യം നോക്കി. അതായത് പഴയതുപോലെ ആഭ്യന്തര സുരക്ഷ അപകടത്തിലാകുന്ന സാഹചര്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ആ സുരക്ഷ വർദ്ധിപ്പിക്കാനും നെതന്യാഹു സ്വന്തം തടി രക്ഷിക്കാനും ശ്രദ്ധിച്ച് ആ വഴിക്ക് അവർ പോവുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇറാനുമായി അമേരിക്ക ഒരു ഘട്ടത്തിൽ നിർണായകമായ ഒരു കരാറിൽ ഒപ്പുവെച്ച ആ ജൂൺ മാസത്തിലെ കരാർ പോലും എങ്ങനെയെങ്കിലും തലയൂരുക എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രമുള്ളതായിരുന്നു. ചർച്ച നടത്തിയപ്പോൾ വെച്ച പ്രധാനപ്പെട്ട ഡിമാൻഡുകളിൽ ഒന്ന് ഇസ്രായേൽ ലെബനോനിൽ നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കണമെന്നതായിരുന്നു. ഇസ്രായേൽ അത് കേട്ടതായി നടിച്ചതേയില്ല. ട്രംപ് വലിയ വായിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചുവെങ്കിലും ഇസ്രായേൽ അവരുടെ പ്രതിരോധം തുടർന്നുകൊണ്ടേയിരിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. അതിനുശേഷമാണ് ഇറാൻ വീണ്ടും യുദ്ധത്തിനിറങ്ങുന്നത്. ട്രംപ് ഇതോടെ എയറിലായി പോയ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. 12ാം ദിവസവും അമേരിക്കൻ സേന ഇറാനിൽ ബോംബിടുന്നുണ്ട്. ഇറാനിൽ ഓരോ ബോംബുകൾ വീഴുമ്പോഴും ഇറാന് നേരെ ഓരോ വ്യോമാക്രമണം നടത്തുമ്പോഴും ട്രംപ് സ്വപ്നം കാണുന്നത് മുജ്തബ ഖാംനെയി ഹിറ്റ് ലിസ്റ്റ് കീറിക്കളഞ്ഞ് പ്രതികാരം ഉപേക്ഷിച്ച് ട്രംപിന്റെ കാൽക്കൽ വീഴുമെന്ന സ്വപ്നമാണ്. ഒരിക്കലും നടക്കില്ല സ്വപ്നമെന്ന് ആരെങ്കിലും ട്രംപിന് പറഞ്ഞു കൊടുത്തെങ്കിൽ എന്ന് ആശിച്ചു പോവുകയാണ്. കാരണം ഈ വിധത്തിൽ ഒരു നേട്ടവുമില്ലാതെ ഇറാനിലേക്ക് ബോംബിടുന്നതിലൂടെ ട്രംപ് ഈ യുദ്ധത്തെ അതിതീവ്രമാക്കുന്നു, ഇറാന്റെ പ്രതികാരം വർദ്ധിപ്പിക്കുന്നു, പശ്ചിമേഷ്യയെയും ലോകത്തെയും വലിയ ദുരിതത്തിലേക്ക് കൊണ്ടുചെന്ന് തള്ളിയിടുന്നു എന്നതല്ലാതെ യാതൊന്നും തന്നെ നേടാൻ അമേരിക്കയ്ക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മളെല്ലാം അത് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, നമ്മളെല്ലാം അത് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷേ ട്രംപിന് മാത്രം ആ ബോധമുണ്ടാകുന്നില്ല എന്നിടത്താണ് വീണ്ടും വീണ്ടും ഇറാന്റെ അതിരൂക്ഷമായ ആക്രമണങ്ങൾ ഗൾഫ് മേഖലയിലേക്കും അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്കും ഹോർമൂസിലേക്കും ഇപ്പോൾ ചെങ്കടലിലേക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതായത് ട്രംപിന്റെ വിവരക്കേട്, ട്രംപിന്റെ ബോധമില്ലായ്മ, ട്രംപിന്റെ സ്ഥിരതയില്ലായ്മ ഒക്കെ ഈ ലോകം മുഴുവൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരന്തത്തിലേക്ക് വഴി തുറന്നു വെക്കുന്ന നീക്കങ്ങളായി മാറുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ രാത്രിയും ഇന്ന് വെളുപ്പിനും വരെ ഏതാണ്ട് 5-6 മണിക്കൂറുകൾ നീളുന്ന ബോംബാക്രമണമാണ് ഇറാനിലെ അനേകം നഗരങ്ങളിലേക്ക് ഉണ്ടായത്. ടെഹ്റാൻ മാത്രമല്ല, ബുഷഹർ, ബന്ദർ അബ്ബാസ്, ബുഹാസ്, സിറിക്ക്, ഷെലാമോ തുടങ്ങി സകല നഗരങ്ങളിലും ഇന്നലെ അമേരിക്കൻ സേന ബോംബിടുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷെ അതുകൊണ്ടൊന്നും ഇറാൻ മുട്ടുവിറച്ച് ട്രംപിന്റെ കാൽക്കലേക്ക് പോകുന്നില്ല. ഏതെങ്കിലും തരത്തിൽ സൈനിക സന്നാഹങ്ങൾ പൂർണ്ണമായി തകർന്നതായി ഒരു വിവരവുമില്ല. അതിനപ്പുറം പ്രതികാരവും പ്രത്യാക്രമണവും അതിരൂക്ഷമാക്കുമെന്ന് ഇറാൻ ആവർത്തിച്ചു പറയുകയും ഗൾഫ് മേഖലയിലേക്ക് വീണ്ടും ആക്രമണം നടത്തുകയും ഇറാഖിലെ അമേരിക്കൻ കേന്ദ്രങ്ങൾ പോലും തകർക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു. അതായത് പലയിടത്തു നിന്നും അമേരിക്കൻ സൈനികർക്ക്, അമേരിക്കൻ സന്നാഹങ്ങൾക്ക് പിന്തിരിയേണ്ടി വരുന്ന, ഇട്ടിട്ടോടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാക്കുന്ന വിധത്തിലേക്ക് ഇറാൻ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആത്യന്തികമായി ട്രംപ് നടത്തുന്ന ഈ ആക്രമണങ്ങൾ കൊണ്ട് ഒരു തരത്തിലുള്ള നേട്ടവും അമേരിക്കയ്ക്ക് ഉണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല, ഇറാന് പ്രഹരം എന്ന രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാമെങ്കിലും ആത്യന്തികമായി അതിനെയൊക്കെ അതിജീവിച്ച് ഇറാൻ ശക്തമായി പടപൊരുതുകയാണ്. ഇറാന്റെ കരുത്ത് ലോകത്തിന് മുന്നിൽ അനാവരണം ചെയ്യപ്പെടുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നോക്കൂ പ്രേക്ഷകരെ, ഇറാഖ് അതിർത്തിയിൽ നടന്ന ആക്രമണത്തിൽ ഇന്നലെ 2 പേർ കൊല്ലപ്പെടുകയും 11 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നു. ഹോർമൂസ് കടലിടുക്കിലെ ഏതെങ്കിലും ഒരു കപ്പലിനെ ഇറാൻ ആക്രമിച്ചാൽ അതിനു പകരം ഇറാനിലെ ഒരു പാലം അല്ലെങ്കിൽ ഒരു ആണവ പ്ലാന്റ് തകർക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്നതായിരിക്കും ഇറാന്റെ നിലപാടെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന നിർണായകമായ സാഹചര്യത്തിലൂടെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. ഇറാനും അമേരിക്കയും തമ്മിൽ യുദ്ധം മാത്രമല്ല, നേർക്കുനേരുള്ള മുന്നറിയിപ്പുകളും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നതും ഈ 12ാം ദിവസവും നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാസ് പറഞ്ഞത് ഹോർമോസ് കടലിടുക്കിനി പഴയതുപോലെ ഒരിക്കലും ആകില്ല, ഒരു തരത്തിലുള്ള തിരിച്ചുവരവും ഉണ്ടാകില്ല. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇനി ഇറാന് മാത്രമായിരിക്കും എന്നു തന്നെയാണ്
ഇറാന് എണ്ണ കൊണ്ടുപോകാൻ കഴിയില്ലെങ്കിൽ ഒരൊറ്റ രാജ്യവും അതുവഴി എണ്ണ കൊണ്ടുപോകില്ല എന്ന് അദ്ദേഹം തീർത്തു പറയുമ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ വിലയിരുത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സാഹചര്യം ഉണ്ടാക്കിയത് ആരാണ്? അത് ട്രംപാണ്. അമേരിക്കയും ഇസ്രായേലും അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി സജ്ജമാക്കിയ ഒരു യുദ്ധത്തിന്റെ കെടുതികളാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ലോകത്തെ മുഴുവൻ പട്ടിണിയിലാക്കുമെന്ന് ഇറാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ലോകത്ത് എണ്ണ വ്യാപാരം പൂർണ്ണമായി നിശ്ചലമാകുന്ന വിധത്തിൽ ഈ പറയുന്ന ഹോർമൂസും അതുപോലെ തന്നെ ചെങ്കടലും അടയ്ക്കുമെന്ന് ഇറാൻ ആവർത്തിച്ചു പറയുകയാണ്. അപ്പോൾ അത് ഈ ലോകത്തിനുണ്ടാക്കുന്ന ആഘാതം ചെറുതായിരിക്കില്ല. ട്രംപ് എന്ന യുദ്ധക്കൊതിയന്റെ യുദ്ധവെറി കൊണ്ടുണ്ടാകുന്ന നിർണായകമായ തിരിച്ചടിയാണ് ഇത് ലോകത്തിന് എന്ന കാര്യം നമ്മൾ ആരും മറന്നു പോകരുത്. ഇപ്പോഴും ഇറാനാണ് ഈ കുഴപ്പങ്ങൾക്ക് കാരണമെന്നും ഇറാൻ ആണവായുധം ഉണ്ടാക്കാൻ ശ്രമിച്ചതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമെന്നും പറയുന്ന കുറേയേറെ വിവരദോഷികളായ മിത്രങ്ങളുണ്ട്. ഈ മിത്രങ്ങളുടെ വർഗീയ മനസ്സിൽ കയറാൻ വേണ്ടി ഒരു കാര്യം പറയട്ടെ. ആണവായുധമുള്ള രാജ്യമാണ് അമേരിക്ക. ആണവായുധം കൈകാര്യം ചെയ്യുന്ന രാജ്യമാണ് അമേരിക്ക. ആണവശേഷിയുള്ള രാജ്യമാണ് അമേരിക്ക. ആണവ പരീക്ഷണങ്ങൾ ഇപ്പോഴും നടത്തുന്ന രാജ്യമാണ് അമേരിക്ക. ആ രാജ്യമാണ് ആണവശേഷി ലോകത്തിന് അപകടമാണ്, ആണവായുധങ്ങൾ ലോകത്തിന് അപകടമാണെന്ന് പറഞ്ഞ് ഇറാന്റെ പരമാധികാരത്തിന് മേലെ കുതിര കയറുന്നത്. ഇതിൽ എന്തു ധാർമ്മികതയാണുള്ളത്? ഇതൊരു വിരോധാഭാസമല്ലേ? ഒന്നുകിൽ അമേരിക്ക സ്വയം ആണവശേഷി നിരായുധീകരിച്ച് അല്ലെങ്കിൽ ആണവായുധങ്ങൾ ഇല്ലാത്തൊരു രാജ്യമെന്ന് സ്വയം പ്രഖ്യാപിച്ച് എല്ലാ രാജ്യങ്ങളും അങ്ങനെയാകണം, നമുക്ക് സമാധാനത്തിന്റെ പാതയിലൂടെ പോകാമെന്ന് പറയണം. ഇത് ആവശ്യമുള്ള ആണവ പരീക്ഷണങ്ങളും ആണവ സമ്പുഷ്ടീകരണവും ആണവായുധങ്ങളും ഒക്കെ ഉണ്ടാക്കിയെടുത്ത അമേരിക്ക തന്നെ ഇറാനെ നോക്കി പറയുകയാണ് ആണവായുധം ലോകത്തിന് അപകടമാണ്, ആണവശേഷി ലോകത്തിന് അപകടമാണ് എന്ന്. ഇറാൻ പറയുന്നു, പലതവണ പറയുന്നു, പിന്നെയും പറയുന്നു തങ്ങളുടെ പക്കൽ ആയുധമില്ല, ആണവായുധമില്ല, നിങ്ങൾ വന്ന് പരിശോധിച്ചോളൂ എന്ന്. പക്ഷേ അമേരിക്കയ്ക്ക് അത് പോരാ. ഇറാൻ പറയണം, അമേരിക്കയെ ഭയന്ന്, ട്രംപിന്റെ വെല്ലുവിളിയിൽ പേടിച്ച്, ഈ ആക്രമണങ്ങളിൽ മുട്ടുവിറച്ച് ഞങ്ങൾ ആണവായുധങ്ങൾ നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു എന്നൊരു നെറേറ്റീവാണ് ട്രംപിന് വേണ്ടത്. അതായത് ഇറാൻ ഏകപക്ഷീയമായി അല്ലെങ്കിൽ ഇറാൻ സ്വന്തം ഇഷ്ടപ്രകാരം ആണവായുധങ്ങൾ വേണ്ട എന്ന നിലപാടെടുത്തതല്ല, നേരെ മറിച്ച് ട്രംപിനെ പേടിച്ച്, അമേരിക്കയെ പേടിച്ച്, ഇസ്രായേലിനെ പേടിച്ച് ഞങ്ങൾ ആണവായുധം ഉപേക്ഷിക്കുകയാണ്, ആണവായുധ നിർമ്മാണ ശ്രമങ്ങൾ ഉപേക്ഷിക്കുകയാണ് എന്ന് ഇറാൻ പറഞ്ഞ് അമേരിക്ക യുദ്ധത്തിൽ ജയിച്ചു എന്ന നെറേറ്റീവിനുള്ള വഴി വെട്ടിക്കൊടുക്കണമെന്നാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത്. ആത്മാഭിമാനമുള്ള, ആത്മവിശ്വാസമുള്ള ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തെ മാനിക്കുന്ന ഏതെങ്കിലും ഒരു രാജ്യം ഇത്തരത്തിൽ ട്രംപിന്റെ തിട്ടൂരത്തിന് അല്ലെങ്കിൽ മറ്റേതൊരു രാജ്യത്തിന്റെ ഭീഷണിപ്പെടുത്തലിന് തലവെച്ചു കൊടുക്കുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? അങ്ങനെ തലവെച്ചു കൊടുക്കില്ല. അങ്ങനെ ട്രംപ് പറയുന്നത് അല്ലെങ്കിൽ മറ്റേതൊരു രാജ്യവും സ്വന്തം രാജ്യത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മറ്റൊരു രാജ്യവും അംഗീകരിക്കില്ല. അതുകൊണ്ടാണ് ഇറാൻ അവസാന ശ്വാസം വരെ പോരാടി തന്നെ നിൽക്കുമെന്ന് ആവർത്തിച്ചു പറയുന്നത്. അതാണ് ഈ യുദ്ധം അനന്തമായി നീളുന്നതിന്റെ, ഇപ്പോഴും ആക്രമണ പ്രത്യാക്രമണങ്ങൾ നടക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം. നോക്കുക, അമേരിക്കയുടെ ചരിത്രം പരിശോധിക്കൂ. ഇതുവരെ ആ ചരിത്രത്തിൽ എവിടെയും ഇതുപോലൊരു തിരിച്ചടി ഇറാന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പോലുള്ള തിരിച്ചടി, അതിനെ തുടർന്നുള്ള നാശനഷ്ടങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇതൊരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും അമേരിക്കയ്ക്ക് ഇത്രയും വലിയ നിരന്തരമായ തിരിച്ചടികൾ. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ പിടിച്ചെടുക്കുന്നത് പോലും അമേരിക്കയുടെ മുഖത്തേൽക്കുന്ന, ട്രംപിന്റെ മുഖത്തേൽക്കുന്ന അടിയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ദാ ഇപ്പോൾ ഇറാൻ തീർത്ത് പറഞ്ഞിരിക്കുന്നു, ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇനി ഇറാന് മാത്രമായിരിക്കും. ഞങ്ങൾക്ക് എണ്ണ കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ ഒരൊറ്റ രാജ്യത്തിന്റെ എണ്ണയും ഇതുവഴി പോകില്ല. നിങ്ങൾ എന്തൊക്കെ തലകുത്തി മറിഞ്ഞാലും ഒരെണ്ണക്കപ്പൽ പോലും കടത്തിവിടില്ല എന്ന് ഇറാൻ ഇന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. 12ാം ദിനത്തിൽ ഒരു രാജ്യത്തിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള പ്രഖ്യാപനമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഹോർമൂസിൽ ഏതെങ്കിലും തരത്തിൽ സുരക്ഷ നൽകാമെന്ന് അമേരിക്ക പറഞ്ഞാൽ അത് ലോകം പരിഗണിക്കുക പോലുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം എന്താണ്? ഇറാന്റെ കയ്യിലാണ് ഹോർമൂസ് ഇരിക്കുന്നത് എന്നുള്ളത് ലോകം മുഴുവൻ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. കുവൈറ്റിലെ അമേരിക്കൻ സൈനിക ക്യാമ്പിന് നേരെ ഇന്നലെയും ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. കുവൈറ്റിന്റെ പരമാധികാരത്തിന്റെ മേലുള്ള കടന്നുകയറ്റമാണ് എന്ന് കുവൈറ്റ് പ്രതിഷേധിച്ചപ്പോൾ ഞങ്ങളല്ല പരമാധികാരത്തിന് മേൽ കടന്നുകയറിയുള്ള ശീലമുണ്ടാക്കിയത്, അത് അമേരിക്കയാണ്. കുവൈറ്റിൽ കടന്നുകയറിയ അമേരിക്കൻ അധിനിവേശ ശക്തികൾക്കെതിരെ കുവൈറ്റിന് വേണ്ടിയാണ് ഞങ്ങൾ ആക്രമണം നടത്തിയത്, കുവൈറ്റിനെയാണ് ഞങ്ങൾ സഹായിച്ചത് എന്നായിരുന്നു ഇറാന്റെ പ്രസ്താവന. അതായത് ഇറാനെ തകർക്കാൻ ഇറങ്ങിപ്പുറപ്പെടുന്ന അമേരിക്ക ഏതൊക്കെ തരത്തിലാണ് ആക്രമണങ്ങളെ ന്യായീകരിക്കാൻ ശ്രമിച്ച് ഇറാനെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിക്കുന്നത്, അതേ രീതിയിൽ തന്നെ അമേരിക്കയെ സഹായിക്കുന്ന ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയും ആക്രമണങ്ങൾ നടത്തുകയും അതിനുശേഷം അമേരിക്ക തങ്ങൾക്ക് നേരെ നടത്തുന്ന പ്രസ്താവന പോലെ തന്നെ ഒരു പ്രസ്താവന പുറപ്പെടുവിക്കുകയാണ് ഇറാൻ ചെയ്തത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതായത്
കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന് ഇറാൻ ഔദ്യോഗികമായി പറയുന്നത് വെറുതെയല്ല, മറിച്ച് ആ രീതിയിൽ തന്നെ ഗൾഫ് മേഖലയിൽ വലിയ പ്രകമ്പനം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇറാൻ മുന്നോട്ട് പോകുന്നത് എന്ന് കരുതേണ്ടി വരും. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നു പോകാൻ ശ്രമിച്ച ഒരു എണ്ണക്കപ്പൽ വീണ്ടും ഇറാൻ തകർത്തതായി വിവരമുണ്ട്. ആ കപ്പലിന് തീപിടിച്ചു എന്ന് അമേരിക്കയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. നോക്കുക, ഹോർമൂസിൽ പടക്കം പൊട്ടുന്നത് പോലെ പൊട്ടിത്തെറിക്കുന്ന കപ്പലുകൾ പൊട്ടിത്തെറിച്ചു എന്ന് സ്ഥിരീകരിക്കാനാണ് അമേരിക്ക അവിടെ ഇരിക്കുന്നത്. ഇതേ അമേരിക്കയാണ് പറഞ്ഞത്, ഹോർമൂസ് തുറന്നു കിടക്കുകയാണ്, ഞങ്ങളുടെ സുരക്ഷയിൽ നിങ്ങൾക്കിതിലെ പോകാം, നിങ്ങൾ ധൈര്യമായിട്ട് വാ എന്ന് പറഞ്ഞ് കപ്പലുകളെ ക്ഷണിച്ച അമേരിക്ക ഇപ്പോൾ അവരെടുക്കുന്ന പണി പൊട്ടിത്തെറിച്ചു പോകുന്ന കപ്പലുകളുടെ എണ്ണം അല്ലെങ്കിൽ ആ സംഭവങ്ങൾ സ്ഥിരീകരിക്കുക എന്നത് മാത്രമാണ്. ഗതികെട്ട അവസ്ഥയിലേക്ക് ഹോർമൂസിന് സംരക്ഷണം നൽകാൻ ഇറങ്ങിപ്പുറപ്പെട്ട അമേരിക്ക മാറി എന്നതിന് ഇതിൽ പരം വേറെ എന്തു തെളിവാണ് വേണ്ടത്? ഏറ്റവും ഒടുവിൽ നടന്ന ഈ ആക്രമണത്തോടുകൂടി അക്ഷരാർത്ഥത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വല്ലാതെ വിറളി പിടിച്ച അവസ്ഥയിലായിട്ടുണ്ട്. ഒരു പാലം അല്ലെങ്കിൽ ഒരു ആണവ പ്ലാന്റ് വീതം ഓരോ കപ്പലിനും ഇറാൻ വില കൊടുക്കേണ്ടി വരുമെന്നാണ് ട്രംപ് പറയുന്നത്. ഇത് പറഞ്ഞതേ ട്രംപിന് ഓർമ്മയുള്ളൂ. ഇതിന് തൊട്ടു പിന്നാലെ യമനിലെ ഹൂത്തികൾ സൗദിക്കെതിരെ ശക്തമായ ആക്രമണവുമായി രംഗത്തെത്തി. ഇറാനെ സംരക്ഷിക്കാൻ വേണ്ടി തങ്ങൾ ഇനി പോരാട്ട ഭൂമിയിൽ ഉണ്ടാകുമെന്നാണ് ഹൂത്തികൾ തീർത്തു പറഞ്ഞിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ചെങ്കടലിൽ സൗദി അറേബ്യയുടെ ഒരു എണ്ണക്കപ്പലിന് നേരെയും ഹൂത്തികൾ ആക്രമണം നടത്തിയിട്ടുണ്ട് കേട്ടോ. എണ്ണക്കപ്പൽ തീപിടിച്ചു മുങ്ങിയതായി റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ജീവനക്കാരെ രക്ഷപ്പെടുത്തിയെന്ന് സൗദി അറേബ്യയും സ്ഥിരീകരിച്ചിരിക്കുന്നു. പക്ഷേ ആക്രമണങ്ങൾ വ്യാപിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ട കാര്യം. ഇതോടെ ഇന്ത്യൻ മഹാസമുദ്രത്തെയും ചെങ്കടലിനെയും ബന്ധിപ്പിക്കുന്ന ഏക കപ്പൽ റൂട്ടിനും ഇതുപോലെ തിരശീല വീഴുകയാണ്. ഹോർമൂസ് കടലിടുക്ക് എങ്ങനെയാണോ അടഞ്ഞു കിടക്കുന്നത്, അതുപോലെ തന്നെ സൂയസ് കനാൽ വഴി മെഡിറ്ററേനിയൻ കടലിൽ എത്തുന്ന എണ്ണക്കപ്പലുകൾക്കും പോകാൻ കഴിയാത്ത സാഹചര്യം വരും. സൗദിയുടെ എണ്ണക്കപ്പലിന് നേരെ ഹൂത്തികൾ ആക്രമണം നടത്തിയതോടെ ഇന്ത്യൻ മഹാസമുദ്രത്തെയും ചെങ്കടലിനെയും ബന്ധിപ്പിക്കുന്ന ബാബൽ മന്ദബ് കടലിടുക്കും അടച്ചിടേണ്ട സാഹചര്യം ഉണ്ടായി എന്നതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരൊറ്റ കപ്പൽ കമ്പനികളും ധൈര്യത്തോടെ ഈ വഴിക്ക് പോകാൻ ഇനി തയ്യാറാകില്ല. കാരണം ഹൂത്തികൾ ഇതാദ്യമായല്ല ചെങ്കടൽ അടയ്ക്കുന്നത്. പലസ്തീൻ യുദ്ധം നടന്ന സമയത്ത് പലസ്തീന് പിന്തുണയുമായി ഇതേ ഹൂത്തികൾ അവിടെ തമ്പടിച്ച് കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയപ്പോൾ അമേരിക്ക രക്ഷിക്കുമെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് കുറെ പടക്കപ്പൽ അയച്ചതല്ലാതെ ഹൂത്തികളുടെ ബ്ലോക്ക് മറികടന്നതിലെ കപ്പലുകൾ കൊണ്ടുപോകാൻ ട്രംപിന് സാധിച്ചിരുന്നില്ല. അതിനു മുമ്പുള്ള പ്രസിഡന്റ് ബൈഡനും സാധിച്ചിരുന്നില്ല. ഇപ്പോൾ ഹൂത്തികളുടെ നേതൃത്വത്തിൽ ഈ ബാബൽ മന്ദബ് കൂടി അടച്ചിടേണ്ട സാഹചര്യം ഉണ്ടായതോടെ ഇത് വലിയ എണ്ണ പ്രതിസന്ധിക്ക് കാരണമാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ റൂട്ട് അടയ്ക്കപ്പെടുകയും അങ്ങനെ അടയ്ക്കപ്പെട്ടാൽ കപ്പലുകൾ ആഫ്രിക്ക വഴി പോകേണ്ടുന്ന സാഹചര്യവും ഉണ്ടാകും. ആഫ്രിക്ക വഴി എണ്ണ പോകണമെങ്കിൽ 14 ദിവസത്തോളം അധികം യാത്ര ചെയ്യേണ്ടി വരും. 32 കിലോമീറ്റർ വിസ്തൃതിയുള്ള ചെങ്കടലിലെ ബാബൽ മന്ദബിന്റെ നിയന്ത്രണം ഹൂത്തികൾ അധികം വൈകാതെ ഏറ്റെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അങ്ങനെ വന്നാൽ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കും. എണ്ണവില കുതിച്ചുയരും. ഇതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അമേരിക്കയും സൗദി അറേബ്യയും തമ്മിൽ ഒരു ആണവ കരാറിൽ ഒപ്പിട്ടിട്ടുണ്ട്. ഇതോടുകൂടി സൗദി അറേബ്യയ്ക്ക് യുറേനിയം എൻറിച്ച്മെന്റ് നടത്താനുള്ള അനുമതിയായി ഇറാൻ സ്വന്തമായി യുറേനിയം ഉണ്ടാക്കുകയും അത് ആണവായുധത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് സൗദി അറേബ്യയ്ക്ക് യുറേനിയം സമ്പുഷ്ടീകരണത്തിനുള്ള പ്രത്യേക കരാറിലൂടെ അമേരിക്ക അനുമതി കൊടുത്തത് എന്നാണ് പുറത്തു വരുന്ന വിവരം. ഇറാന് ബദലായി അമേരിക്കയിൽ ആണവായുധം നിർമ്മിക്കാനുള്ള ട്രംപിന്റെ അനുമതിയായി ഇത് വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. 40 ബില്യണോളം ഡോളർ ഇതുവരെ തങ്ങൾക്ക് നഷ്ടമുണ്ടായി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇറാഖും രംഗത്ത് വന്നു കഴിഞ്ഞു. ഇറാഖിന്റെ 90% എണ്ണക്കയറ്റുമതിയും നിലച്ചിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണെന്ന് കരുതാം ഇറാഖിന്റെ പ്രധാനമന്ത്രി ഇറാനിലെത്തി ഇറാനിയൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി 10 ദിവസത്തേക്ക് വെടിനിർത്തൽ നിർദ്ദേശം പാകിസ്ഥാൻ അമേരിക്കയ്ക്കും ഇറാനും കൈമാറുകയും ചെയ്തു. പക്ഷെ ഇതുകൊണ്ടൊന്നും യുദ്ധം അവസാനിക്കുന്നില്ല, അവസാനിക്കാനുള്ള ഒരു സാധ്യതയുമില്ല എന്നുള്ളതാണ് ഏറ്റവും ആശങ്കാജനകമായ കാര്യം. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തങ്ങൾ തയ്യാറല്ല എന്ന നിലയിലേക്ക് ഇറാൻ നിലപാട് കടുപ്പിക്കുകയാണ്. ചർച്ചകൾക്ക് തയ്യാറാണ് എന്ന് ഇറാൻ പറയുന്നുണ്ടെങ്കിലും ഈ വിധത്തിൽ ഏകപക്ഷീയമായി ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള അമേരിക്കൻ നീക്കങ്ങൾ അവസാനിപ്പിക്കാതെ താൽക്കാലികമായെങ്കിലും നിർത്താതെ ചർച്ചയിലേക്ക് കടക്കില്ല എന്നുകൂടി ഇറാൻ പറയുമ്പോൾ അമേരിക്കയാണ് ആയുധം താഴെ വെക്കേണ്ടത് ആദ്യം എന്ന് തന്നെയാണ് ലോകം പറയുന്നത്. ഇപ്പോൾ ഇരു രാജ്യങ്ങളും യുദ്ധം ശക്തമാക്കുന്ന പശ്ചാത്തലത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളിലെയും ഗൾഫ് നാടുകളിലെയും സമ്മർ അവധിക്കാലത്ത് വിമാന സർവീസുകൾ വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. ഇത്തിഹാദും എമിറേറ്റ്സും ഖത്തറും അടക്കമുള്ള പ്രധാനപ്പെട്ട വിമാന കമ്പനികൾ റിസ്ക് എടുത്തുകൊണ്ട് തുടരുന്നുണ്ടെങ്കിലും UAE-ലെയും ഖത്തറിലെയും കുവൈറ്റിലെയും സൗദി അറേബ്യയിലെയും ബഹ്റൈനിലെയും ഒക്കെ വിമാനത്താവളങ്ങളിലേക്കുള്ള മറ്റു സർവീസുകളെല്ലാം തന്നെ നിർത്തിവെച്ചിരിക്കുകയാണ്. KLM ലുഫ്താൻസ, ഫിലിപ്പൈൻസ് എയർലൈൻസ്, സ്കൂട്ട് ടർക്കിഷ് എയർലൈൻസ്, ബിസെയർ ഏജിയൻ എയർലൈൻസ്, എയർ ആസ്ഥാന, എയർ കാനഡ, എയർ ഫ്രാൻസ്, ബ്രിട്ടീഷ് എയർവേസ് തുടങ്ങി പ്രധാനപ്പെട്ട വിമാന കമ്പനികളെല്ലാം
ദുബായിലും അബുദാബിയിലും ദോഹയും കുവൈറ്റും ജിദ്ദയും റിയാദും അടക്കമുള്ള വിമാനത്താവളങ്ങളിലേക്ക് വിമാന സർവീസുകൾ നടത്താത്തത് വലിയ പ്രതിസന്ധിയാണ്. എന്തായാലും പ്രവാസികളെയും ഈ വിഷയം വലിയ തോതിൽ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അവധിയുടെ കാര്യത്തിലായാലും ജോലിയുടെ കാര്യത്തിലായാലും അവിടെ വിദ്യാഭ്യാസം നടത്തുന്നവരുടെ കാര്യത്തിലായാലും ഒക്കെ ഒരു വലിയ പ്രതിസന്ധി മുന്നിൽ നിലനിൽക്കുകയാണ്. കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന് പ്രഖ്യാപിച്ച് കടൽ യുദ്ധം തുടരുമ്പോൾ എന്ന് സമാധാനം പുലരുമെന്നറിയാതെ ആശങ്കയോടെ ഉറ്റുനോക്കുകയാണ് ലോകം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ ഇവിടെയുള്ള പലരും പറയുന്നത് പോലെ ഇറാൻ ഇപ്പത്തീരും, ഇറാനെ തീർത്ത് അമേരിക്ക വിജയിക്കും, ഇതോടുകൂടി ഈ യുദ്ധം അവസാനിക്കുമെന്നൊക്കെ കരുതി ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നുമല്ല സംഭവിക്കാൻ പോകുന്നത്. ഈ യുദ്ധം ഈ വിധത്തിലാണെങ്കിൽ ഇനിയും അതിരൂക്ഷമായി തുടരും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അതിന്റെ അലയൊലികളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.